ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഞാൻ 2026 നമ്മുടെ ചില സാമ്പത്തികമായ അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിക്കണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് ദൈവവചനപ്രകാരം ചില കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. മുഖവരിയായി ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് വരും. ശ്രദ്ധിച്ചിരിക്കുക. വചനം 2 ശമൂവേൽ 7-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം തുടങ്ങി ദാവീദിനോട് ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ പുൽപ്പുറത്തു നിന്നും ആടിനെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇസ്രായേലിലെ പ്രഭു സ്ഥാനത്തേക്ക് ഞാൻ നിന്നെ കൊണ്ടുവന്നു. നീ പോന്നിടത്തെല്ലാം ഞാൻ കൂടെ ഇരുന്നു. നിന്നെ ഞാൻ എവിടെ എത്തിച്ചു? ഇസ്രായേലിലെ രാജാവായിട്ട് എത്തിച്ചു. സ്തോത്രം. 2 ശമൂവേൽ 7:8 അത് നമ്മൾ പറഞ്ഞത് അവിടെ തൊട്ടു. എവിടെ നിന്നാണ്? ആടിനെ മേയിച്ചുകൊണ്ടിരുന്ന പുൽപ്പുറത്തു നിന്ന് ഞാൻ നിന്നെ എവിടെ കൊണ്ടുവന്നു? ഇസ്രായേലിലെ രാജാവായി. ഓക്കെ, ഇനി അതിന്റെ അർത്ഥം നോക്കാം. അതിന്റെ അർത്ഥം എന്താ? ആടിനെ മേയിച്ചുകൊണ്ടിരുന്ന സ്ഥലം, ജോലി, അവിടെ നിന്ന് എവിടെ കൊണ്ടുവന്നു? അതിന്റെ അർത്ഥം നിസാരമായിടത്തു നിന്ന്, വിലയില്ലാത്തിടത്തു നിന്ന്, മാനിക്കാത്തോടത്ത് നിന്ന്, ആരും അംഗീകരിക്കാത്തോടത്ത് നിന്ന് ഞാൻ നിന്നെ എവിടെ കൊണ്ടുവന്നു? എല്ലാരും അടക്കി ഭരിക്കുന്ന രാജപദവിയിൽ കൊണ്ടുവന്നു. എവിടെന്നാ കൊണ്ടുവന്നത്? വെറും വില കുറഞ്ഞ സ്ഥലത്തു നിന്നും, വെറും നിസ്സാരമായ സ്ഥലം, ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുന്ന ആ ജോലിയിൽ നിന്നും, ആ അവസ്ഥയിൽ നിന്നും എവിടെ എത്തിച്ചു? വലിയ നിലയിലെ. അപ്പോൾ നിങ്ങളുടെ ചെറിയ ചെറിയ ജീവിത നിലവാരത്തിൽ നിന്ന്, ചെറിയ ചെറിയ ജോലി നിലവാരത്തിൽ നിന്ന്, നിങ്ങളുടെ ചെറിയ ചെറിയ ജീവിതത്തിന്റെ നിലവാരത്തിൽ നിന്ന് ദൈവത്തിന് എവിടെ കൊണ്ടുവരാൻ കഴിയും? ഏറ്റവും വലിയ അവസ്ഥയിൽ കൊണ്ടുവരാൻ കഴിയും. ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ നിങ്ങൾ ഈ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ദാവീദിന് വെറും നിസ്സാരമായ വിലയില്ലാത്തൊരു സ്ഥലം, ആട്ടിടയന്മാർക്കൊന്നും വലിയ വിലയില്ല, ആ ജോലിക്കും വലിയ വിലയില്ല, ആ സ്ഥാനത്തിനും വലിയ വിലയില്ല. പക്ഷെ അവിടെ നിന്ന് ദൈവം എന്ത് ചെയ്തു? ഏറ്റവും വലിയ ഇടത്ത് കൊണ്ടുവന്നു. ഹല്ലേലൂയ പറഞ്ഞേ. ഇതിന് നമ്മൾ ഒന്ന് പഠിച്ചു. എന്താ പഠിച്ചത്? വിലയില്ലാത്തതിന് വിലയുള്ളിടത്തെത്തിക്കുവാൻ, ആരും മാനിക്കാത്തതിനെ മാനിക്കുന്നിടത്തെത്തിക്കുവാൻ, ഏറ്റവും നിസാരമായതിന് ഉന്നതമായിടത്തെത്തിക്കുവാൻ കർത്താവിന്റെ കരത്തിന് കഴിയും. കഴിയത്തില്ലേ? ദാവീദ് അനുഭവം. സ്തോത്രം. കാനാവിലെ കല്യാണ വീട്ടിൽ എന്ത് നടന്നു? പച്ചവെള്ളം കോരിക്കൊണ്ട് മുമ്പിൽ വെച്ചു. യേശു പറഞ്ഞ് കൊണ്ടുപോയി വിരുന്ന് വാഴിക്ക് വിളമ്പുവിൻ. കൊണ്ടുപോയി വിരുന്ന് വാഴിക്ക് 2 സെക്കൻഡ് കൊണ്ടുപോയി വെള്ളം. ആ 2 സെക്കൻഡ് കൊണ്ട് വെള്ളം വീഞ്ഞായി. 2 സെക്കൻഡ് കൊണ്ട് വെള്ളം വീഞ്ഞായി. നമ്മളാണേലോ 1000 വർഷം കൊണ്ട് നമുക്കതിനൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റത്തില്ല. സ്തോത്രം പറഞ്ഞേ. 1000 വർഷം കൊണ്ട് നമ്മൾ എത്ര ശ്രമിച്ചാലും ആ വെള്ളത്തിനൊരു മാറ്റം വരുത്താൻ നമുക്ക് കഴിയില്ല. കർത്താവിന് 2 സെക്കൻഡിന്റെ ആവശ്യമുള്ളൂ. കൊണ്ടുപോയി വിളമ്പിക്കോ മക്കളെ എന്ന് പറയുകയും ഭരണിയിലെ വെള്ളം വീഞ്ഞാകുകയും ചെയ്തു. സ്തോത്രം പറ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താ? സൂചിച്ചായ വീഞ്ഞെന്താണ്? വെള്ളം എന്താണ്? വെള്ളം നിസാരമായത്, വീഞ്ഞു വിലയേറിയത്. സ്തോത്രം പറ. വെള്ളം എന്താണ്? വില കുറഞ്ഞത്. വീഞ്ഞോ വിലയുള്ളത്. അപ്പോൾ നിസാരമായതിനെ ഒറ്റ വാക്കുകൊണ്ട് വിലയേറിയതാക്കി നമ്മുടെ കർത്താവ് മാറ്റി. സ്തോത്രം. വിശ്വാസമുണ്ടോ?
കർത്താവ് നമ്മളെ നോക്കിക്കൊണ്ട് ഒറ്റ വാക്ക് പറഞ്ഞാൽ നമ്മുടെ ഈ നിസാരമായ ഇടത്തു നിന്നും വില കുറഞ്ഞിടത്തു നിന്നും നമ്മുടെ ജീവിതത്തെ വിലയുള്ളതായി മാറുവാൻ ആ ഒറ്റ വാക്കിന്റെ ആവശ്യമുള്ളൂ. സ്തോത്രം. ഒറ്റ വാക്കിന്റെ ആവശ്യമുള്ളൂ. വില കുറഞ്ഞ വെള്ളം വിലയുള്ള വീഞ്ഞായി, നിസാരമായത് വലുതായി. സ്തോത്രം. ആമേൻ. കണ്ടോ? അപ്പോൾ ദൈവത്തിന്റെ കരത്തിൽ കൊടുത്തത് വില കുറഞ്ഞ വീഞ്ഞായി വെള്ളമായിരുന്നു. ദൈവം അതിനെ വിലയേറിയ വീഞ്ഞാക്കി മാറ്റി. ദൈവത്തിന്റെ കയ്യിൽ കൊടുത്തത് നിസാരമായ പച്ചവെള്ളമായിരുന്നു. ദൈവം അതിനെ വിലയുള്ള വീഞ്ഞാക്കി മാറ്റി. ഹല്ലേലൂയ പറഞ്ഞ്. അങ്ങനെയാണെങ്കിൽ നിസാരമുള്ളതിനെ, വിലയില്ലാത്തതിനെ ദൈവകരത്തിൽ സമർപ്പിച്ചാൽ അതിനെ വിലയേറിയതാക്കി മാറ്റുന്ന ദൈവം. സ്തോത്രം. അപ്പൊ നിങ്ങളൊന്ന് സമർപ്പിച്ച് 2025 നമ്മൾ വിലയില്ലാത്തടത്തു നിന്നും, മാനിക്കപ്പെടാത്തടത്തു നിന്നും, ഉയർച്ചയില്ലാത്തടത്തു നിന്നും നമ്മളെ എവിടെ കൊണ്ടുവരാൻ കർത്താവിന് കഴിയും? പുൽപ്പുറത്തു നിന്ന് എവിടെ കൊണ്ടുവന്ന് ദൈവം ദാവീദിനെ ഇസ്രായേലിന്റെ പ്രഭുസ്ഥാനത്ത് കൊണ്ടുവന്നു. ആമേൻ. വിശ്വാസത്തോടെ പ്രാർത്ഥിരേ. ദൈവത്തിന് ഇത് കഴിയും. സ്തോത്രം. ഇനിയും ദൈവത്തിന് വേറെ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ ഇന്നലെ രാത്രിയിൽ അത് പറഞ്ഞു. അത് പിതാക്കന്മാരെ ദൈവത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. യാക്കോബിന്റെ ദൈവം, ദാവീദിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, അബ്രാഹാമിന്റെ ദൈവം, ഇതിനെല്ലാം പ്രത്യേകതയുണ്ട്. ദാവീദിന്റെ ദൈവം ഈ 7-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. 2 ശമൂവേൽ 7-ാം അധ്യായത്തിൽ ദാവീദിനോട് ദൈവം പറഞ്ഞു, ദാവീദേ, ഞാൻ നിന്നെ ഇസ്രായേലിലെ രാജാവാക്കി പ്രഭു സ്ഥാനത്ത് എത്തിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്റെ ഗ്രഹം ഞാൻ പണിയും, നിന്റെ ഭവനം ഞാൻ പണിയും. സ്തോത്രം. എന്നിട്ട് ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ തലമുറയെ അനുഗ്രഹിക്കും. അത് കഴിഞ്ഞ് വീണ്ടും ദൈവം പറഞ്ഞു, ആമേ, നീ മരിച്ചാലും നിന്റെ കുടുംബത്തിൽ നിന്ന് അനുഗ്രഹം പോകത്തില്ല. നിന്റെ മകൻ എന്ത് ചെയ്യും? ഞാൻ അവനെ അനുഗ്രഹിക്കും. സ്തോത്രം. അപ്പൊ ദാവീദ് ചോദിച്ചു, കർത്താവേ, ഇത്രത്തോളം നീ എന്നെ ഉയർത്താൻ ഞാൻ ഒന്നുമില്ല. സ്തോത്രം. ഞാന് ഒന്നുമില്ല. ഇതാണ് ദാവീദിന്റെ ദൈവം. ദാവീദിന്റെ ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്? ദാവീദ് കണക്കുകൂട്ടിയതിനപ്പുറത്തുയർത്തി. ദാവീദ് ഒരിക്കലും രാജപദവി അതിന് മുകളിലോട്ട് ദാവീദ് കണക്ക് കൂട്ടിയില്ല. ദൈവം പറഞ്ഞു, നീ മരിച്ചു കഴിഞ്ഞു, വീണ്ടും ഞാൻ നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും, നിന്റെ മക്കളെ ഞാൻ അനുഗ്രഹിക്കും. ഇതാണ് പെന്തക്കോസുകാരുടെ ദൈവം. ഹല്ലേലൂയ പറഞ്ഞ്. നമ്മൾ കണക്ക് കൂട്ടുന്നതിനപ്പുറത്ത് നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന ദൈവം, നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുന്ന ദൈവം, നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്ത് അനുഗ്രഹിക്കുന്ന ദൈവം. ദാവീദ് ഇത്രത്തോളം ഉയർച്ച പ്രതീക്ഷിച്ചില്ല. ദാവീദ് അത് പറയാ, ഇത്രത്തോളം ഉയർത്തുവാൻ ഞാൻ എന്തുള്ളൂ? അപ്പൊ ദാവീദിന് ഇത്രത്തോളം ഉയർച്ച വരാനായിട്ട് ഒരു യോഗ്യതയില്ല. അതുകൊണ്ട് ദാവീദ് പ്രതീക്ഷിച്ചത് അങ്ങേയറ്റം രാജപദവി വരെയുള്ളൂ. ദൈവം പറഞ്ഞ, അല്ല കുഞ്ഞെ, ഈ രാജപദവി ജീവിതത്തിൽ നീ മരിച്ചാലും നിന്റെ മക്കൾക്കെടുത്ത് ഞാൻ കൊടുക്കും. അങ്ങനെ തന്റെ മകനെ ഈ സ്ഥാനത്ത് ഇരുത്തണം എന്നൊന്നും ദാവീദ് ആഗ്രഹിച്ചതേ അല്ല. ഹല്ലേലൂയ പറഞ്ഞേ. അപ്പം നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ, നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ, നിങ്ങളുടെ ഭാവിയെ കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് നിങ്ങളുടെ ഭാവിയെ ഉയർത്തുവാൻ ഈ ദൈവത്തിന് കഴിയും. അതാണ് ദാവീദിന്റെ ദൈവം. ദാവീദ് വിചാരിച്ചതിനപ്പുറത്ത് ദാവീദിന്റെ കുടുംബത്തെ ഉയർത്തി. ഞാൻ നിന്റെ ഗ്രഹം പണിയുമെന്ന് പറഞ്ഞു. സ്തോത്രം. ദാവീദിന്റെ കുടുംബത്തെ ദൈവം ഉയർത്തി, മക്കളെ ദൈവം ഉയർത്തി, ദാവീദിനെ ഉയർത്തി. സ്തോത്രം. അപ്പം ഈ ദൈവത്തെ ആരാധിക്കണ്ടേ ശരിക്കും?
ഈ ദൈവത്തോട് ശരിക്കും പ്രാർത്ഥിക്കണ്ടേ? നിങ്ങൾ ഒരു പക്ഷെ ഇവിടെ കണക്ക് കൂട്ടിയേക്കുന്നത് ഒരു 10 വർഷം നിൽക്കണമെന്നായിരിക്കും. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ദൈവം 10 അല്ല, 15 അല്ല, 20 അല്ല, നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്താണ് ദൈവത്തിന്റെ പദ്ധതി. സ്തോത്രം. ഹല്ലേലൂയ പറഞ്ഞേ. ആ, യാക്കോബിന്റെ ദൈവത്തിന്റെ കാര്യം ഇന്നലെ ഞാൻ പറഞ്ഞു. സ്തോത്രം. ഞാനത് ഒന്നുകൂടെ പറയാം അല്ലേ. നമ്മൾ വായിച്ച വാക്യം ഏതാണെന്നറിയാവോ? ഇന്നലെ എന്റെ പ്രസംഗം കേട്ടവർക്ക് അറിയാം. ഉൽപ്പത്തി 48:11. സ്തോത്രം. ഇന്നലെ നമ്മൾ വായിച്ച വാക്യം 48:11 വായിച്ചാട്ടെ. ഇസ്രായേൽ യോസേഫിനോട്, നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല, എന്നാൽ നിന്റെ സന്തതിയും കാണുവാൻ ദൈവം എനിക്ക് സംഗതി വരുത്തിയല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ ദാവീദ് അല്ലെങ്കിൽ യാക്കോബ് ഒരിക്കലും ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ, ദാവീദ് ചിന്തിക്കാത്തതിനും കണക്ക് കൂട്ടിയതിനും പ്രതീക്ഷിച്ചതിനും അപ്പുറത്ത് ദൈവം പ്രവർത്തിച്ചു. ഇത്രത്തോളം ദാവീദിന്റെ ജീവിതത്തിൽ ഒരു നന്മ വരുമെന്ന് ദാവീദ് ചിന്തിച്ചില്ല. അത് ദാവീദ് പറഞ്ഞു, മോനെ, നിന്നെ കാണുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ജോസഫിന്റെ വീട്ടിൽ ചെന്നിട്ട് പറയുക, ജോസഫ് മരിച്ചു പോയെന്നിരിക്കുക, ഒരിക്കലും ജോസഫിനെ ഇനിയും കാണാൻ പറ്റുമെന്ന് യാക്കോബ് ചിന്തിച്ചില്ല. പക്ഷെ ദൈവം എന്ത് ചെയ്തു? യാക്കോബ് ചിന്തിച്ചതിനപ്പുറത്ത് ദൈവം പ്രവർത്തിച്ചു. ഹല്ലേലൂയ പറഞ്ഞേ. മോനെ, നിന്റെ മുഖം കാണാൻ ദൈവം എനിക്കിടയാക്കി. ഒരിക്കലും ഇത്രത്തോളം ഒരു അനുഗ്രഹം കാണാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും കണ്ടിരുന്നില്ല. അപ്പം നിങ്ങൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നതിനപ്പുറത്ത്, നിങ്ങൾ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നതിനപ്പുറത്ത്, നിങ്ങളുടെ ഹൃദയത്തിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നതിനപ്പുറത്ത് നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടെത്തിക്കാൻ ആർക്ക് കഴിയും? അത് ജോലിയിലും സാമ്പത്തികത്തിലും കുടുംബജീവിതത്തിലും എല്ലാം ഈ ദൈവത്തിന് കഴിയും. ദാവീദ് ഓർത്തതിന് അങ്ങനെ ഒരു സംഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ലെന്നാണ്, വരത്തില്ലെന്നാണ്. കണ്ടോ? അടുത്ത പദം കണ്ടോ? നിന്നെ മാത്രമല്ല, നിന്റെ മക്കളെയും കാണാൻ ദൈവം എനിക്കിടയാക്കി. ഒരല്ലേലൂയ പറഞ്ഞ്. ഒരിക്കലും യോസഫിനെയോ യോസഫിന്റെ ഭാര്യയോ മക്കളെയോ ഒന്നും കാണാൻ കഴിയില്ലെന്ന് വിചാരിച്ചിടത്ത് വിചാരിച്ചതിനപ്പുറത്ത് ദൈവം പ്രവർത്തിച്ചു. ചിന്തിച്ചതിനപ്പുറത്ത് ദൈവം പ്രവർത്തിച്ചു. നനച്ചതിനകത്ത് അപ്പുറത്ത് ദൈവം പ്രവർത്തിച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ബഹറിൽ നീ ആഗ്രഹിക്കുന്നതിനപ്പുറത്ത് നിന്റെ മക്കളെ എത്തിക്കാൻ ദൈവത്തിനറിയാം. ബഹറിൽ നീ ചിന്തിക്കുന്നതിനപ്പുറത്ത് നിന്നെ കൊണ്ടെത്തിക്കാൻ ദൈവത്തിനറിയാം. നമ്മൾ കണക്ക് കൂട്ടുന്നതിനപ്പുറത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കർത്താവിനറിയാം. അതുകൊണ്ട് എല്ലാരും കൈയൊട്ടി ഒന്ന് ആരാധിച്ച്, കൈയടിച്ചൊന്ന് ആരാധിച്ച് ഈ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ നമുക്ക്. ഈ ദൈവം എത്ര വലിയവരാണ്. നമ്മൾ കണക്ക് കൂട്ടുന്നതിനപ്പുറത്ത് അത്യന്തപരമായി പ്രവർത്തിക്കുന്ന ദൈവം, നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്ത് പ്രവർത്തിക്കുന്ന ദൈവം. കണ്ടോ? നിസാരമായ ആടിനെ മേയിച്ച സ്ഥലത്തുനിന്ന് എവിടെ കൊണ്ടെത്തിച്ചു? സകല മനുഷ്യരും മാനിക്കുന്നിടത്ത് കൊണ്ടെത്തിച്ചു. സ്തോത്രം പറഞ്ഞേ. പിന്നെ സകല മനുഷ്യരും ആമേൻ 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 ദാവീദിനെ രാജാവായി കുമ്പിടും അവിടെ കൊണ്ട് ദൈവം എത്തിച്ചു. എവിടെ കിടന്ന പുള്ളിയാ? ആട്ടുംകുട്ടി കിടന്ന പുള്ളിയെ കൊണ്ട് എവിടം വരെ എത്തിച്ചു? സ്തോത്രം. അപ്പൊ വിലയില്ലാത്തോടത്തുനിന്ന് വിലയുള്ളടത്ത് കൊണ്ടുവരാൻ പറ്റുമോ? ആരും അംഗീകരിക്കാത്തോടത്തുനിന്ന് എല്ലാരും മാനിക്കുന്നിടത്ത് നമ്മളെ കൊണ്ട് എത്തിക്കാൻ പറ്റുമോ? വെറും നിസ്സാരമായ ഒരു സ്ഥാനത്തു നിന്ന് ഒരു ഉന്നതമായ സ്ഥാനത്തെത്തിക്കാൻ ദൈവത്തിന് കഴിഞ്ഞില്ലേ? ആ ജോലി കഴിയത്തില്ലേ? ഇവിടെ സൽമാബാദിലെ ഒരു ക്ലാസ് കമ്പനി ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ബ്രദർ, അദ്ദേഹം നമ്മുടെ IPC-യിലുള്ള ഒരു ബ്രദറാണ്. വലിയ സാലറി ഒന്നും അദ്ദേഹത്തിന് ഇല്ല. സ്തോത്രം.
100-200 ദിനാറൊക്കെ കിട്ടത്തുള്ളൂ. അദ്ദേഹം അവിടെ ജോലി ചെയ്ത് 5-6 വർഷം കഴിഞ്ഞപ്പോഴത്തേനെ അവിടുത്തെ മാനേജരെ, അവിടുത്തെ ഡയറക്ടറെ, അവർക്കാർക്കും കഴിയാത്ത കാര്യങ്ങൾ പുള്ളി ചെയ്തു. പുള്ളി പുറത്തിറങ്ങി ബിസിനസ് പിടിക്കാൻ തുടങ്ങി. അങ്ങനെ പിടിച്ച് പ്രതിമാസം 200 ദിനാർ ശമ്പളം മേടിച്ചവർ 2000 ദിനാർ വരെ കിട്ടാൻ തുടങ്ങി. നിങ്ങളൊരു സംശയം ഉണ്ടെങ്കിൽ ഷാജിയോട് ചോദിച്ചോ. ഷാജിയുടെ സഭയിലെ മെമ്പറാണ്. നമ്മൾ ബുധനാഴ്ച വാർത്ത നടത്തുന്നില്ലേ, ആ ഷാജിയുടെ സഭയിലെ മെമ്പറാണ്. 1200, 1500, 200 ദിനാറെ കിടന്നവരാ. അവിടുത്തെ മാനേജർക്ക് ഇത്രയും ശമ്പളമില്ല. കാര്യം കമ്മീഷനാ. സ്വത്രം പറഞ്ഞത് അവിടുത്തെ ബിസിനസ് എത്രത്തോളം നടക്കും അത്രത്തോളം കമ്മീഷനാണ് അവന് കിട്ടിയത്. 200 ദിനാറിന് അതിനകത്ത് ജോലിക്ക് കയറിയ ഒരു ലേബറാണ്. ദൈവം അവനെ ഉയർത്തി 1500 മോളി വരെ അവൻ മേടിച്ച മാസങ്ങളുണ്ട്. അതുകൊണ്ട് ഒന്ന് ഞാൻ പറയുന്നു, ഇതൊന്നും എഴുതി വെച്ചിരിക്കുന്നത് വെറുതെ അല്ല. വില കുറഞ്ഞിടത്തു നിന്ന് വിലയുള്ളിടത്തേക്ക് കൊണ്ടുപോകാൻ ദൈവത്തിന്റെ കരത്തിന് കഴിയും. ദൈവം പറയാണ്. പിന്നെ ദൈവം ദാവീദിനെ ഒരു കാര്യം ഓർപ്പിച്ചു. നീ ഒരിക്കലും ഈ പ്രഭു സ്ഥാനത്തെത്തി. സ്തോത്രം. അത് നിന്റെ മിടുക്കല്ല, നിന്റെ കഴിവല്ല. വേണേ ആ വാക്യം ഒന്ന് വായിച്ചു, 7:8. ആകയാൽ നീ എന്റെ ദാസനായ ദാവീദിനോട് പറയേണ്ടത് എന്തെന്നാൽ, സൈന്യങ്ങൾ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ജനമായ ഇസ്രായേൽ മേൽ പ്രഭുവായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ പുൽപ്പുറത്തു നിന്ന് ആടുകളെ നോക്കി നടക്കുമ്പോൾ തന്നെ എടുത്തു. നീ സഞ്ചരിച്ചു വന്ന എല്ലായിടത്തും ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്ന് ഛേദിച്ചു കളഞ്ഞിരിക്കുന്നു. ഭൂമിയിലുള്ള മഹാന്മാരുടെ പേർ പോലെ ഞാൻ നിന്റെ പേർ വലുതാക്കും. ആ വാക്യങ്ങളൊക്കെ കേട്ടോ. നീ സഞ്ചരിച്ചു പോന്നിടത്തെല്ലാം ഞാൻ നിന്നോട് കൂടെ ഇരുന്നു. അല്ലാതെ നിന്റെ മിടുക്കാണോ? നിന്റെ കഴിവാണോ ഇത്? നിന്റെ വിദ്യാഭ്യാസമാണോ ഇത്? നീ ഇവിടെ എത്തിയത് എങ്ങനെയാ? ഞാൻ നിന്നോടുകൂടെ ഇരുന്നു. ഹല്ലേലൂയ പറഞ്ഞ് ദൈവമൈതലേ, ഇന്ന് രാത്രി ഓർത്തോണം, ഇത്രത്തോളം എത്തിയത് മിടുക്കല്ല, കഴിവല്ല, നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ മെച്ചവുമല്ല. സർവശക്തനായ ദൈവം കൂടെ വന്നതുകൊണ്ടാണ് ഇത്രത്തോളം നീ എത്തിയത്. അല്ലെ, നീ എത്തത്തില്ല. ഞാൻ നിന്നോട് കൂടെ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? അടുത്ത ലൈൻ വായിച്ച സിസ്റ്ററെ. ഞാൻ നിന്നോട് കൂടെ ഇരുന്നെന്നുള്ളതിന്റെ അടുത്ത ലൈൻ. ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്റെ സകല ശത്രുക്കളെയും. കണ്ടോ, നിന്നെ ഇവിടെ എത്തിക്കാതിരിക്കാൻ നിനക്കെതിരെ എന്തുണ്ടായിരുന്നു? ശത്രുക്കൾ ഉണ്ടായിരുന്നു. നിനക്ക് പ്രതികൂലം ഉണ്ടായിരുന്നു, നിനക്കെതിരെ ശത്രു ഉണ്ടായിരുന്നു, നിനക്കെതിരെ പോരാട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ എല്ലാം തകർത്തത് ഞാനാണ്. ഇതിലെ 2026 വരെ നീ എത്തിയതിന്റെ കാരണം ദൈവം പറഞ്ഞത്, ഞാൻ നിന്റെ ശത്രുവിനെ തകർത്തു. നീ പോന്നിടത്തൊക്കെ ഞാൻ കൂടെ ഇരുന്നു. അല്ലാതെ നിന്റെ കഴിവുകൊണ്ടും മിടുക്കൊണ്ടും ഒന്നുമല്ല. ഓരോരുത്തരോടും ഞാൻ പറയുന്നു, നമ്മുടെ കഴിവല്ല, മിടുക്കല്ല, പ്രാർത്ഥനയുടെ ശക്തിയല്ല, ഒന്നുമല്ല. ദൈവം കൂടെ ഇരുന്നാണ് ചില സ്ഥലത്ത് നമ്മളെ എത്തിച്ചത്, ചില സ്ഥലം വരെ നമ്മൾ വന്നത്, ഇത്രത്തോളം നമ്മൾ ആയത് ഈ പുള്ളി കൂടെ ഇരുന്നിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ചില സ്ഥലത്തൊന്നും എത്താൻ പറ്റില്ല. അത് ദൈവം ഓർപ്പിച്ചു. മറക്കാതിരിക്കാനായി ഓർപ്പിക്കുന്നത്, അഹങ്കരിക്കാതിരിക്കാനായി ഓർപ്പിക്കുന്നത്, മിടുക്ക് കാണിക്കാതിരിക്കാനായി ഓർപ്പിക്കുന്നത്. ദാവീദേ, നിനക്കുള്ള മിടുക്ക് എവിടെയായിരുന്നു? നീ പുൽപ്പുറത്താ. നിനക്ക് അത്ര മിടുക്കേ ഉള്ളൂ. പ്രൈസ്. നിനക്ക് ആടിനെ തീറ്റാനും മേയ്ക്കാനും ഒക്കെ ഉള്ള മിടുക്കും കഴിവും ഒക്കെ നിനക്കുള്ളൂ. പക്ഷെ ഇപ്പൊ നീ ഇവിടെ വന്നത് ഞാൻ കൂടെ ഇരുന്നിട്ടാണ്. നിന്റെ ശത്രുക്കളെല്ലാം എന്ത് ചെയ്തു? ഞാൻ തകർത്തു. ഇത്രത്തോളം ഞാൻ എത്തിച്ചു. ഹല്ലേലൂയ. ഇപ്പൊ മനസ്സിലായല്ലോ? സ്തോത്രം. ദൈവത്തിന്റെ പ്രത്യേകത. സാറായോട് ദൈവം ചോദിച്ചു, ഉൽപ്പത്തി 18 അടുത്ത വർഷം ഞാൻ വരുമ്പോൾ ഇവിടെ ഒരു ആൺകുഞ്ഞുണ്ടായിരിക്കും. അപ്പം സാറ ചിരിച്ചു. എന്താ ചിരിക്കാൻ കാരണം? സ്ത്രീകൾക്കുള്ള പതിവ് നിന്നിരിക്കുക. ഇനി അത് തിരിച്ചു വരത്തില്ല. കാര്യം
ഇപ്പൊ വയസ്സ് 89 ഉണ്ട്. പുള്ളിക്കാരത്തി ഓർത്തല്ല എന്താ ഈ പറയുന്നത്. ഉടനെ കൊണ്ട് ചിരിച്ചു. ഉടനെ ദൈവം ഒരു ചോദ്യം, ദൂതൻ ഒരു ചോദ്യം, യഹോവയാൽ കഴിയാത്ത വല്ലതും ഉണ്ടോ? യഹോവയാൽ കഴിയാത്ത വല്ലതും ഉണ്ടോ? ഇതാണ് അബ്രാഹാമിന്റെ ദൈവം. ഒറ്റ വാക്യം പറഞ്ഞു, അസാധ്യതയില്ലാത്ത ദൈവം. സ്തോത്രം പറഞ്ഞ്. ജീവിതത്തിൽ ഒരിക്കലും ഈ ദൈവത്തിന് അസാധ്യതയില്ല. ഏത് വിഷയത്തിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവം, എത്ര വഴി അടഞ്ഞാലും പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവം, ജീവിതത്തിൽ ഒരിക്കലും നടക്കാത്ത കാര്യം നടത്താൻ കഴിയുന്ന ദൈവം. ദൂതൻ ചോദിക്കുക, യഹോവയാൽ കഴിയാത്തതുണ്ടോ? ദൈവമക്കളെ, ഈ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്, ജീവിതത്തിൽ നമുക്ക് എത്താൻ കഴിയാത്തടത്ത് എത്തിക്കാൻ ഈ ദൈവത്തിന് കഴിയും. നടക്കത്തില്ലെന്ന് പറയുന്നത് നടത്താൻ ഈ ദൈവത്തിന് കഴിയും. അടഞ്ഞു പോയെടുത്ത് വീണ്ടും തുറക്കാൻ ഈ ദൈവത്തിന് കഴിയും. ഇല്ലാത്തതുണ്ടാക്കാൻ ഈ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാ പറയുന്നത്, അസാധ്യതയില്ലാത്ത ദൈവം. ദൂതൻ ചോദിച്ചു, യഹോവയാൽ കഴിയാത്ത വല്ലതുമുണ്ടോ? കർത്താവിന് വേണ്ടി ഒന്ന് മുന്നോട്ട് ഇറങ്ങി നോക്കിക്കേ. നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. കർത്താവിന് അസാധ്യതയില്ല. ആമേ. എന്റെ ജീവിതത്തിൽ നടക്കത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്നവർക്കൊക്കെ തെറ്റുപറ്റി. അതൊക്കെ നിങ്ങളുടെ കണക്കൂട്ടില. ദൈവത്തിന് അസാധ്യതയില്ല. നടക്കത്തില്ലെന്ന് പറയുന്നത് നടത്താൻ ഈ ദൈവത്തിന് കഴിയും. സാറാ ചിരിച്ചു. കാരണം അസാധ്യമാ. 89 വയസ്സുള്ള എനിക്ക് ഇനി എങ്ങനെയാണ് ഒരു സ്ത്രീ ഗർഭം ധരിക്കുന്ന പോലെ എനിക്ക് ഗർഭം ധരിക്കാൻ പറ്റത്തില്ല. എന്ത് വട്ടാണ് ഈ പറയുന്നതെന്ന് ഓർത്ത് ചിരിച്ചപ്പോഴാ പറഞ്ഞത്, സാറായേ, യഹോവയാൽ കഴിയാത്തതൊന്നുമില്ല. അതുകൊണ്ട് ചിലര് വിചാരിക്കുകയാണ്, ഇനി എനിക്കൊരു വഴി തുറക്കത്തില്ല, ഇനി എനിക്കൊരു വിടുതലില്ല, ഇനി എനിക്ക് ദൈവത്തിന്റെ കരം അനുകൂലമായി വരത്തില്ല. അതൊക്കെ തെറ്റി. ദൈവത്തിന് ചെയ്യാൻ കഴിയും, പ്രവർത്തിക്കാൻ കഴിയും. ഒരു നിമിഷം കണ്ണടച്ചേ, ഒരു നിമിഷം കണ്ണടച്ചേ. ഈ ദൈവത്തിന്റെ കരത്തിൽ സമർപ്പിച്ച്, ഈ കർത്താവിന്റെ കരത്തിൽ സമർപ്പിച്ച് ദൈവം പ്രവർത്തിക്കട്ടെ. വെള്ളം വീഞ്ഞാകണേൽ എന്തെല്ലാം നടക്കണം? വെള്ളം വീഞ്ഞാകണമെങ്കിൽ 5 കാര്യം. 1, നിറം മാറണം. വീഞ്ഞിന്റെ നിറം ചുമപ്പാണ്. വെള്ളത്തിന്റെ നിറം മാറിയോ? കാനാവിലെ കല്യാണ വീട്ടിലെ ഒറ്റ വാക്കല്ല പറഞ്ഞോളൂ, കൊണ്ടുപോയി വിരുന്ന് വഴിക്ക് നിറം മാറിയില്ലേ. 2, രുചി മാറണം. വെള്ളം കുടിക്കുന്ന രുചിയല്ല വീഞ്ഞിന്. വീഞ്ഞിന് മധുരമാണ്. അപ്പൊ അതിന്റെ രുചി മാറിയോ? സ്തോത്രം. അടുത്ത 3, രൂപം മാറണം. വെള്ളത്തിന് കൊഴുപ്പില്ല, പക്ഷെ വീഞ്ഞിന് കൊഴുപ്പാണ്. ഒറ്റ വാക്ക് പറഞ്ഞപ്പോൾ അതിന്റെ രൂപം മാറി. ഹല്ലേലൂയ പറഞ്ഞേ. ഇപ്പൊ എന്തെല്ലാം നടന്നു? നിറം മാറി, രുചി മാറി, രൂപം മാറി. സ്തോത്രം. അടുത്ത 4, വില മാറി. വെള്ളത്തിന്റെ വിലയാണോ വീഞ്ഞിന്റെ വില? സ്തോത്രം പറഞ്ഞു. ഒറ്റ വാക്കുകൊണ്ട് അതിന്റെ വില മാറി. സ്തോത്രം. 5, ഗുണം മാറി. വെള്ളം കുടിക്കുന്ന ഗുണമാണോ വീഞ്ഞു കുടിക്കുന്നത്? ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോ ഗുണമില്ലാത്തതിനെ ഒറ്റ വാക്കുകൊണ്ട് ഗുണമുള്ളതാക്കി, വിലയില്ലാത്തതിനെ വിലയുള്ളതാക്കി. ഹല്ലേലൂയ പറഞ്ഞാട്ട്. രുചിയില്ലാത്തത് രുചിയുള്ളതായി, നിറവില്ലാത്തത് നിറവുള്ളതായെങ്കിൽ ഈ രാത്രി നിന്റെ ജീവിതത്തിന്റെ ഏതു മേഖലകളിലും ദൈവത്തിന് മാറ്റം വരുത്താൻ കഴിയും. വെള്ളത്തിന് മാറ്റം വരുത്തി, അതിന്റെ നിറത്തിന് മാറ്റം വരുത്തിയില്ലേ? അതിന്റെ രൂപത്തിന് മാറ്റം വരുത്തിയില്ലേ? അതിന്റെ രുചിക്ക് മാറ്റം വരുത്തിയില്ലേ? അതിന്റെ വിലയ്ക്ക് മാറ്റം വരുത്തിയില്ലേ? അതിന്റെ ഗുണത്തിന് മാറ്റം വരുത്തിയില്ലേ? നിസാരമായ നിന്റെ ജീവിതത്തെ ദൈവത്തിന് ഹല്ലേലൂയ ഏത് മേഖലകളിലും മാറ്റം വരുത്താൻ കഴിയും. നീ വിശ്വസിച്ചാട്ടെ, ഏൽപ്പിച്ചു കൊടുക്കേ. ഈ രാത്രിയിൽ കർത്താവ് അത് ചെയ്യട്ടെ. വിശ്വാസം ആവശ്യമായി ഏത് കാര്യത്തിനും, അല്ലേ? ശതാധിപന്റെ വിശ്വാസം 2 ആഴ്ചക്ക് മുമ്പ് ഞാൻ പ്രസംഗിച്ചു. പക്ഷെ എനിക്ക് ആ വിശ്വാസം പറയാൻ സമയം കിട്ടിയില്ല. അടുത്ത വിഷയത്തിലേക്ക് ഞാൻ പോയി പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ ഇന്നലെ അത് ഓർത്തു. കർത്താവ് പറഞ്ഞു, ഇങ്ങനെ ഒരു വിശ്വാസം ഞാൻ ഇസ്രായേലിൽ പോലും കണ്ടിട്ടില്ല. സ്തോത്രം.
ശതാധിപൻ ഓടി വന്ന് പറഞ്ഞു, നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. യഹൂദന്മാർ മൊത്തം പറഞ്ഞു ഇവൻ യോഗ്യനാണ്. ശതാധിപൻ പറഞ്ഞു, ഞാൻ യോഗ്യനല്ല. അതിൻ്റെ കാര്യം എന്താന്ന് ഞാൻ കഴിഞ്ഞ് പറഞ്ഞു. അതിൻ്റെ കാര്യം, ദൈവത്തോട് അടുക്കാനുള്ള യോഗ്യത പണമല്ല, വിദ്യാഭ്യാസമല്ല, ജോലിയല്ല, കഴിവല്ല, മിടുക്കല്ല. സ്തോത്രം. ദൈവത്തോട് അടുക്കാനുള്ള യോഗ്യത, പ്രൈസ് ദി ലോർഡ്, വിശുദ്ധിയും വേർപാടുമാണ്. ആമേൻ. സ്തോത്രം. അതാ പുള്ളി പറഞ്ഞ, എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ നിന്റെ വിശുദ്ധിയുടെ അത്രയും ഞാൻ എത്തിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, നിന്റെ അടുക്കൽ നിൽക്കാനുള്ള വിശുദ്ധിയോ വേർപാടോ മറ്റൊന്നും എനിക്കില്ല. സ്തോത്രം. അപ്പൊ അതുകൊണ്ട് ഒന്ന് പഠിക്കുക, ദൈവത്തോട് അടുത്ത് നിൽക്കാനുള്ള ക്വാളിറ്റി വിശുദ്ധി. അത് പാസ്റ്റർ പ്രസംഗിച്ച കേട്ടായിരുന്നു. നിങ്ങളത് എത്രത്തോളം ഗ്രഹിച്ചെന്ന് എനിക്കറിയത്തില്ല. വിശുദ്ധ വസ്ത്രം അലങ്കാരമായി വിശുദ്ധി വസ്ത്രം പോലെ ഉടുക്കണം. നമ്മൾ എന്ത് ചെയ്യണം? ആരാധിക്കുമ്പോൾ ഒരു ദൈവ പൈതൽ വിശുദ്ധി വസ്ത്രം പോലെ എന്ന് പറഞ്ഞാൽ വിശുദ്ധി കൊണ്ട് നമ്മളെ പൊതിയണം. മുഴുവനും വിശുദ്ധി കൊണ്ട്, വൃത്തിയല്ല. വൃത്തി കുളി നനയൊക്കെയാ. എന്നിട്ട് പിന്നെ സങ്കീർത്തനക്കാരൻ പറഞ്ഞ എന്താ? വിശുദ്ധ വസ്ത്രം അലങ്കാരമായി. അലങ്കാരം, അലങ്കാരം കമലും മാലയല്ല, അലങ്കാരം വിശുദ്ധിയും വേർപാടുമാണ്. കണ്ടോ? ആമേ. സങ്കീർത്തനക്കാരൻ പറഞ്ഞു കേട്ടോ, നീ അലങ്കരിക്കപ്പെടേണ്ടത് വിശുദ്ധി കൊണ്ടാണ്. വിശുദ്ധി ഒരലങ്കാരമായി നീ ധരിക്കണം. കമലും മാലയും തെറ്റാണെന്നോ ധരിക്കരുതെന്നല്ല ഭാഷ പറയുന്നത്. പക്ഷെ കുഞ്ഞെ, ദൈവത്തോട് അടുക്കാൻ നിനക്ക് വേണ്ടത് കമലല്ല, മാലയല്ല, കാത്തളയല്ല. അതവിടെ നിൽക്കട്ടെ. അതിന് വിശുദ്ധി അലങ്കാരമായി. വിശുദ്ധി കൊണ്ട് നീ ഒരുങ്ങണം. സ്തോത്രം. വിശുദ്ധി കൊണ്ട് നീ ഒരുങ്ങണം. അതാ പറഞ്ഞ, ചെറുക്ക് വിശുദ്ധിയല്ല അലങ്കാരം. ബ്യൂട്ടി പാർലർ അല്ലേ? ഭയങ്കര അത് കല്യാണത്തിന് അലങ്കാരമായി. ഇത് ആരാധനയുടെ അലങ്കാരമല്ല. ആരാധനയ്ക്ക് വരുമ്പോൾ വിശുദ്ധി ഒരു വസ്ത്രം പോലെ നിന്റെ ശരീരം മൊത്തം അലങ്കാരമായ വസ്ത്രം പോലെ വിശുദ്ധി കൊണ്ട് നിന്നെ അലങ്കരിച്ചു കൊണ്ടുവരണം ആരാധന. ആരാധനയ്ക്ക് മുഴുവനും പാപവും വെച്ചു, കുറവും വെച്ചു, മറ്റുള്ളവരുള്ള വിദ്വേഷവും വെച്ചു, പിണക്കും വെച്ചു, നുണ പറച്ചിലും വെച്ച് ഒന്നും ആരാധനയ്ക്ക് വരരുത്. സ്തോത്രം പറഞ്ഞ് ഒരാഴ്ച വന്നില്ലെങ്കിൽ ദൈവം ക്ഷമിച്ചോളും. ഇതും വെച്ചോട്ട് വന്നിരുന്ന് ദൈവശിക്ഷ മേടിക്കാനായിട്ട് ആരും എത്തിയരുത്, ഒരുങ്ങരുതേന്ന് ഞാൻ ഓർക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. രക്താസ്രവക്കാരുത്തി യേശുവിനെ തൊട്ടു. മാർക്കോസ് 5, മത്തായി 9 ഈ ഭാഗത്തൊക്കെ കിടപ്പുണ്ട് കേട്ടോ. തൊട്ടു. 5:25 തൊട്ടാ. കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ക്ഷണത്തിൽ അവളുടെ ബാധ മാറി, രക്താസ്രവം നിന്നു. പദം കണ്ടോ? ബാധ മാറി, രക്താസ്രവം നിന്നു. അപ്പോൾ ഒന്ന് നിങ്ങൾ പഠിക്കുക, ആ സഹോദരി രോഗിയായിരുന്നില്ല, അതൊരു ബാധയായിരുന്നു. ഹല്ലേലൂയ പറഞ്ഞ്. വിട്ടുമാറാത്ത രോഗങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഓർത്തോണം, അത് രോഗമല്ല, അതിന്റെ പുറകിൽ എന്താണ്? പൈശാചിക ശക്തിയാണ്. ഇവിടെ 12 വർഷമായി ഇവളിൽ കയറിയിരിക്കുന്ന ഒരു ബാധയാണ് ഇവളിൽ എന്തുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? രക്താസ്രവം. അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്, അല്ലാതെ അവൾക്ക് രക്താസ്രവം മാറിയെന്നല്ല. വാക്യം വായിച്ചു കേൾപ്പിച്ചേ. 12 സംവത്സരമായിട്ട് രക്തസ്രവം ഉള്ളവളായി പല വൈദ്യന്മാരും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശനായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി
പുറകിൽ വന്ന് അവന്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു, ബാധ മാറി താൻ ക്ഷേളത്തിൽ രക്താസ്രവം നിന്നു, ബാധ മാറി. കണ്ടോ ഹല്ലേലൂയ പറഞ്ഞത്? അപ്പോൾ അവള് രക്താസ്രവം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആരായിരുന്നു? ഈ ബാധയാ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, വളരെ നാളുകളായിട്ട് പ്രാർത്ഥിച്ചിട്ട് മാറാത്ത ചുമ, പ്രാർത്ഥിച്ചിട്ടും മാറാത്ത തലവേദന, പ്രാർത്ഥിച്ചും മാറാത്ത ശ്വാസം മുട്ടല്, മരുന്ന് കഴിച്ചിട്ടും മാറാത്ത ശ്വാസം മുട്ടല്, മരുന്ന് കഴിച്ചിട്ടും മാറാത്ത മറ്റു പല അസ്വസ്ഥതകള്, സംശയിക്കണ്ട. ആമേ, അതിന്റെ പുറകിൽ ഒരു ബന്ധനം തന്നെയാണ്. ഇനി സംശയമുണ്ടെങ്കിൽ ബാക്കി ഞാൻ പറയാം, വായിക്കണ്ട. 12 13 എന്ന് എനിക്കൊരു സംശയമുണ്ട്. ലൂക്കോസിലെ 18 സംവത്സരമായി നടുനിവിരാത്ത കൂനിയായൊരു സ്ത്രീ സ്ത്രീ. എത്രയിലാ? 13 13:10. 13. ആ ഭാഗം വായിച്ചേ. ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാത്ത കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവിടെ വായിച്ചു കേട്ട്, രോഗാത്മാവ്. കണ്ടോ? രോഗാത്മാവ്. അതിന്റെ അടി വരയിടെ. രോഗമുണ്ടാക്കുന്ന ഒരു ദുഷ്ടാത്മാവാണത്. അത് ആ സഹോദരിയുടെ ശരീരത്തിൽ കയറിയിട്ട് 18 വർഷമായി അവിടെ നട്ടൽ എന്ത് ചെയ്യാ? വളച്ചു വെച്ചിരിക്കുക. അപ്പൊ ഇതിന് നിങ്ങൾ എന്താ പഠിച്ചത്? പറ. ഇതിന്ന് പഠിച്ചത് മനുഷ്യന്റെ അവയവത്തെ നിയന്ത്രിക്കാൻ ആർക്ക് കഴിയും? പൈശാചിക ശക്തിക്ക് കഴിയും. 18 വർഷമായി ഇവിടെ നട്ടലിനെ വളച്ചു വെച്ചിരിക്കുന്ന ആരാണ്? രോഗാത്മാവെന്ന ശക്തിയാണ്. ഹല്ലേലൂയ പറഞ്ഞേ. ആമേ. നിങ്ങൾ നോക്കിക്കേ, 12 വർഷമായി ഒരു ബാധ രക്താസ്രവക്കാരിത്തിയുടെ ഉള്ളിൽ കയറിയിട്ട് അവളെ രോഗിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചിലരോടൊന്ന് നമുക്ക് പറഞ്ഞാൽ ചിലർ ഏറ്റെടുക്കത്തില്ല. അവര് പറയും, അങ്ങനൊക്കെ പറയും, രോഗം ഉണ്ടാകുന്നത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണെന്ന് തെളിവ് സഹിതം നമുക്ക് സയൻസ് ഒക്കെ നിരത്താൻ പറ്റും. എന്നാലും ഞാൻ ഒരു കാര്യം പറയാം, എത്ര സയൻസ് നിരത്തിയാലും വിട്ടുമാറാത്ത ചില ബന്ധനങ്ങൾ, അതിന്റെ പുറകിൽ ചില ശക്തികളുണ്ട്. ഹല്ലേലൂയ പറയാൻ ചില ശക്തി. ഇപ്പൊ കണ്ടല്ലോ, 12 വർഷമായതിന് പുറകിൽ എന്തുണ്ടായിരുന്നു? ബാധ. മറ്റോടത്ത് കണ്ടോ, വർഷം 18 രോഗാത്മാവ് കയറിയിരിക്കുന്നു. ഇനി നിങ്ങൾക്കറിയാമല്ലോ, ലൂക്കോസ് മർക്കോസ് ആമേൽ കടപ്പുണ്ട്. 4-ാം അധ്യായത്തില് ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ അവൻ തുണി ഉടുക്കത്തില്ല. അവന്റെ കൈയെല്ലാം ഇങ്ങനെ കടിച്ച്, സ്വന്തമായിട്ട് അവൻ കടിച്ചു പറിക്കുക. അതിലെ പോകുന്നവരെല്ലാം കല്ലെടുത്ത് എറിയുകയാണ്. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നത് സുബോധം വന്നു. ബോധമില്ല. അപ്പൊ ഇവിടെ നിങ്ങൾ എന്ത് പഠിച്ചു? ബ്രദറെ, ഇത് നിസ്സാരമായിട്ട് തള്ളിക്കളയല്ലേ. പിശാച് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല. അവന്റെ കൈയെല്ലാം അവൻ കടിച്ച് പറിക്കുന്നു. അതിലെ പോണോരെ അവൻ ചീത്തയും തെറിയൊക്കെ വിളിക്കുക, കല്ലെടുത്ത് എറിയുക. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം പിശാചാണ് അവന്റെ കൈ നിയന്ത്രിക്കുന്നത്, അവന്റെ ഹൃദയത്തെ നിയന്ത്രിക്കുന്നത്, അവന്റെ എല്ലാം നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ഒറ്റ വാക്കിൽ ഞാൻ അർത്ഥം പറയുന്നു, പൈശാചിക ശക്തിക്ക് നമ്മുടെ ഹൃദയത്തെ നിയന്ത്രിക്കാൻ കഴിയും. അവന്റെ ഹൃദയത്തിനകത്തുനിന്ന് പുറത്തേക്ക് വരുന്നത് മുഴുവനും തെറിയാണ്, അത് മുഴുവനും ചീത്തയാണ്, മറ്റുള്ളവരെ കല്ലെടുത്തെറിയാണ്. അവൻ തന്നെ അവന്റെ കൈ കടിച്ച് പറിക്കുകയാണ്. സുബോധമുള്ളവൻ തന്റെ സ്വന്തം കൈ കടിച്ചു പറിക്കുവോ? അതിന്റെ അർത്ഥം പിശാചിന് നമ്മുടെ അവയവങ്ങളെ നിയന്ത്രിക്കാൻ കഴിയും. സ്വത്രം പറഞ്ഞ് 18 വർഷമായി നട്ടെല്ലെന്ന അവയവം രോഗാത്മാവ് നിയന്ത്രിച്ചുകൊണ്ടിരുന്നു. 12 വർഷമായി ഈ സ്ത്രീയുടെ ബ്ലീഡിങ് ആര് നിയന്ത്രിച്ചുകൊണ്ടിരുന്നു? ബാധ. സ്വത്രം. ഭൂതഗ്രസ്തന്റെ കൈ എന്ത് ചെയ്യണമെന്ന് അവനല്ല തീരുമാനിക്കുന്നത്, അവനിൽ കയറിയിരിക്കുന്ന ഭൂതമാ തീരുമാനിക്കുന്നത്. അവന്റെ വസ്ത്രം ഉടുപ്പിക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, വിട്ടുമാറാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പ്രത്യേകം മുട്ടുമടക്കി പ്രാർത്ഥിക്കണം കേട്ടോ. ഇന്ന് രാത്രി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചേ പറ്റൂ. അതുകൊണ്ട് അതൊക്കെ അങ്ങ് മാറിക്കോളും, അങ്ങനെ ഇങ്ങനാന്നും പറഞ്ഞ് നിങ്ങൾ പോകരുത്. ഈ 18 വർഷമുള്ള സ്ത്രീക്ക് വേണ്ടി യേശു പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ പദം അവിടെ എഴുതിയിട്ടുണ്ട്.
ലൂക്കോസ് 13 യേശു എന്താ പറഞ്ഞെന്നറിയാം? സ്ത്രീയെ, നിന്റെ രോഗം മാറിയെന്നല്ല, രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. രോഗബന്ധനം പദം കണ്ടോ? ഏതാ? 18 വർഷമായി രോഗാത്മാവ് ഇവിടെ ഉള്ളിൽ കയറി അവളെ ബന്ധിച്ചു വെച്ചിരിക്കുക. എന്തിന്? നട്ടെല്ലിന്റെ പ്രവർത്തനത്തെ. യേശു അത് അഴിച്ചിട്ട് പറഞ്ഞ്, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കും. ഇന്ന് രാത്രി ചില ബന്ധനങ്ങൾ അഴിയട്ടെ. സ്തോത്രം. ചില കെട്ടുകൾ അഴിയട്ടെ. വിട്ടുമാറാത്ത ശ്വാസം മുട്ടല്, വിട്ടുമാറാത്ത തലവേദനകള്, വിട്ടുമാറാത്ത ശാരീരികമായ ചില അസ്വസ്ഥതകള്, വിട്ടുമാറാത്ത ചില കാലുവേദനകള്, വിട്ടുമാറാത്ത ശരീരത്തിൽ ചില ബന്ധനങ്ങള്. ഹോസ്പിറ്റലിൽ അനേക പ്രാവശ്യം പോയിട്ടും മരുന്ന് കഴിച്ചിട്ടും അത് മാറുന്നില്ലെങ്കിൽ എനിക്ക് ഇന്ന് രാത്രി പറയാനുള്ളത് അതൊരു ബന്ധനം തന്നെയാണ്. 18 വർഷമായ സ്ത്രീയുടെ ശരീരത്തെ ബന്ധിച്ചു. ബാധ മാറി അവൾ സ്വസ്ഥയായി. 12 വർഷമായ രക്താസ്രവക്കാരൻ. വിശ്വാസം പറയാൻ വന്നതാണ്. യേശു അവളെ നോക്കിയിട്ട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കും. നിന്റെ വിശ്വാസം നിന്നെ. എല്ലാരും പറഞ്ഞു തുടങ്ങി, അവനവന്റെ വിശ്വാസം അവനവനെ. അങ്ങനല്ല അവിടെ. നിന്റെ വിശ്വാസം നിന്നെ എന്താ? യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടും. രോഗശാന്തിയുടെ വിശ്വാസം. മനസ്സിലായോ? ആ വിശ്വാസത്തെ കുറിച്ച് അവിടെ പറയുന്നത്. അതുകൊണ്ട് വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ വിശ്വാസം രക്ഷിക്കത്തില്ല. രോഗശാന്തിയുടെ വിശ്വാസം. വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടാൽ എനിക്ക് രോഗസൗഖ്യം കിട്ടുമെന്ന് അവള് വിശ്വസിച്ചു. ആ വിശ്വാസത്തെ കുറിച്ചാ പറയുന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മൾ സ്വർഗത്തിൽ പോകുന്നുള്ള വിശ്വാസമൊന്നും നമുക്ക് വേണ്ട. ആ വിശ്വാസം അല്ലത് കേട്ടോ. ഓക്കെ. ആ വിശ്വാസം നിങ്ങൾ പഠിക്കണം. രക്താസ്രവക്കാരത്തിലെ വിശ്വാസം പഠിക്കണം. സ്തോത്രം. ആ വിശ്വാസത്തിന്റെ പ്രത്യേകത ഒന്നാമത്തത് ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അവൾക്കുള്ളതെല്ലാം വിറ്റു. ഉള്ളതെല്ലാം വിറ്റു. അനേക വർഷങ്ങളായി പല പല ഹോസ്പിറ്റലുകൾ ഡോക്ടർമാരെ കണ്ടു, ചികിത്സിച്ചു. എന്നിട്ട് അവിടെ ഒരു പദം കൊടുത്തിട്ടുണ്ട്, ഒട്ടും ഭേദം വരാത്ത. ഒട്ടും ലക്ഷങ്ങൾ മുടക്കിയിട്ടും ഒട്ടും സൗഖ്യം വന്നിട്ടില്ല. ഒട്ടും ഭേദം. വർഷങ്ങളായി വസ്തുവെല്ലാം വിറ്റ് ജോലി, ശമ്പളവും സാലറി എല്ലാം വിറ്റ് കിട്ടിയത് മുഴുവൻ ചെലവഴിച്ചിട്ടും ഒട്ടും സൗഖ്യം വന്നു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലായല്ലോ? എന്തുവാ? പൂർണ്ണമായി അടഞ്ഞു. സാഹചര്യം 5-10 വർഷമായിട്ട് പൂർണ്ണമായി എല്ലാ വഴികളും അടഞ്ഞ് പൂർണ്ണമായിട്ടും സൗഖ്യം കിട്ടാത്ത സാഹചര്യത്തിൽ അവൾ വിശ്വസിച്ചു. അവിടെയാണ് വിശ്വസിക്കേണ്ടത്. എവിടെ? സാഹചര്യം മുഴുവനും വർഷങ്ങളായിട്ട് എല്ലാം വിറ്റ് ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ പൂർണ്ണമായും അടഞ്ഞിരുന്നിടത്ത് അവൾ വിശ്വസിച്ചു. ഇന്ന് രാത്രികൾക്ക് വിശ്വസിക്കാവോ? ജീവിതത്തിൽ ഒരിക്കലും എന്റെ മുമ്പിൽ വഴി തുറക്കാതെ വണ്ണം എല്ലാം അടഞ്ഞിരിക്കുന്നിടത്ത് ഞാൻ യേശുവിന്റെ അടുക്കൽ ചെന്നാൽ, അവന്റെ വസ്ത്രത്തിൽ തൊട്ടാൽ, അവൻ എന്നെ കണ്ടാൽ, ഞാൻ അവനെ മുട്ടിയാൽ തീർച്ചയായും ഇന്നെനിക്കൊരു വഴി തുറക്കുമെന്ന് അവൾ വിശ്വസിച്ചു. ലോകത്തിൽ ആർക്കും വഴി തുറക്കാൻ പറ്റിയില്ല. അവ എഴുതിയിരിക്കുന്ന വാക്യം വളരെ സ്പഷ്ടമായി എഴുതിയിരിക്കുന്നത്. അനേക വൈദ്യന്മാർ, 1-2 പേരൊന്നുമല്ല അവള് കണ്ടത്. അവള് പോകാത്ത ഹോസ്പിറ്റലുകളില്ല, ചികിത്സിക്കാത്ത സ്ഥലങ്ങളില്ല. എല്ലാ വഴി അടഞ്ഞിരിക്കുന്നിടത്താണ് അവള് വിശ്വസിച്ചത്. അവിടെയാണ് അവള് വിശ്വസിച്ചത്. ആമേ. ഇനി ഒരിക്കലും ഒരു ജോലി കിട്ടാതെ വണ്ണം, പ്രാർത്ഥനയ്ക്ക് ഒരു വഴി തുറക്കാതെ വണ്ണം,
ജീവിതത്തിൽ ഒരു മാറ്റം വരാതെ വണ്ണം, അനുഗ്രഹം ലഭിക്കാതെ വണ്ണം സകല വഴികളും വർഷങ്ങളായിട്ട് അടഞ്ഞിരിക്കുന്നിടത്ത് ഇന്ന് ഞാൻ യേശുവിന്റെ അടുക്കൽ ചെന്നാൽ എനിക്കൊരു വഴി തുറക്കുമെന്ന് വിശ്വസിക്കുന്നു. എനിക്കൊരു വഴി തുറക്കുമെന്ന് വിശ്വസിക്കുന്നു. എനിക്കൊരു വഴി തുറക്കുമെന്ന് വിശ്വസിക്കുന്നു. രക്ഷാസർവക്കാരത്തി അങ്ങനെയാണ് വിശ്വസിച്ചത്. ഞാൻ യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടാൽ വർഷങ്ങളായി എന്റെ ശരീരത്തിനകത്ത് സൗഖ്യമില്ലാതെ എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്നിടത്ത് യേശുവിനെ ഒന്ന് തൊട്ടാൽ ഇന്ന് എന്റെ ജീവിതത്തിൽ ഒരു വിടുതലിന്റെ വാതിൽ തുറക്കുമെന്ന് ആ സഹോദരി വിശ്വസിച്ചു. പ്രിയ സ്നേഹിതരെ, പ്രിയ മാതാക്കളെ, പ്രിയ സഹോദരിമാരെ, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ വഴിയും ജോലിയിൽ അടഞ്ഞിരിക്കട്ടെ, കുടുംബ ജീവിതത്തിൽ അടഞ്ഞു പോയെങ്കിൽ, സാമ്പത്തിക മണ്ഡലത്തിൽ അടഞ്ഞു പോയെങ്കിൽ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അടഞ്ഞു പോയെങ്കിൽ, ഇന്ന് എന്റെ യേശുവിന്റെ അടുക്കൽ ചെന്നാൽ, യേശുവിനോട് ഞാൻ അടുത്ത് ചെന്നാൽ, ഞാൻ യേശുവിനെ തൊട്ടാൽ, യേശുവിന്റെ അടുത്ത് ചെന്നാൽ ഒരു വഴി എനിക്ക് തുറക്കുമെന്ന് ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വാസം വെറും വാക്കല്ല, അത് 9-ാം അധ്യായത്തിൽ കിടപ്പുണ്ട് മത്തായില്. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, അവൾ വിശ്വസിച്ചെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, അവൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു. അവള് ഹൃദയം കൊണ്ട് നമുക്കൊക്കെ വാക്കുകൊണ്ട് പലരും ഇങ്ങനെ പറയും എനിക്ക് വിശ്വാസമുണ്ട്. കുഞ്ഞെ അത് പോരാ. വാക്കുകളല്ല ഇവിടെ ആവശ്യം. നിന്റെ ഹൃദയത്തിൽ ഉറപ്പുണ്ടായിരിക്കണം. നിന്റെ ഹൃദയത്തിൽ എന്തുണ്ടായിരിക്കണം? നിശ്ചയമുണ്ടായിരിക്കണം, ഉറപ്പുണ്ടായിരിക്കണം. ആ വിശ്വാസത്തിന് ഉറപ്പ് മാത്രമല്ല, അതിന് ശക്തിയുമുണ്ട്. അവിടെ ഹൃദയത്തിൽ അത് ഉറച്ചിരിക്കുകയാണ്. തൊട്ടാൽ എനിക്ക് എന്ത് കിട്ടും? തൊട്ടാൽ എനിക്ക് എന്ത് കിട്ടും? വഴി തുറക്കും. ഈ രാത്രി നിന്റെ ഹൃദയത്തിൽ ഉറപ്പുണ്ടോ? അതോ പാസ്റ്റർ പറഞ്ഞതുകൊണ്ട് ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കിയേക്കാം. ഏതായാലും പാസ്റ്റർ പറഞ്ഞതല്ലേ, പ്രസംഗം കേട്ടതല്ലേ, ഇന്ന് രാത്രി അതല്ല ആവശ്യം. നിന്റെ ഹൃദയത്തിനകത്തൊരു ഉറപ്പ്, യേശുവിന്റെ അടുക്കൽ ചെന്നാൽ എന്നെ കൈവിടില്ല, യേശുവിന്റെ അടുക്കൽ ചെന്നാൽ ഞാൻ പരാജയപ്പെടത്തില്ല, യേശുവിന്റെ അടുക്കൽ ചെന്നാൽ ഇന്ന് എനിക്കൊരു മറുപടി കിട്ടും. യേശുവിന്റെ അടുക്കൽ ചെന്നാൽ വർഷങ്ങളായി കിട്ടാത്തൊരു വിടുതൽ എനിക്ക് കിട്ടുമെന്ന് അവൾ ഹൃദയത്തിൽ ഉറച്ചിരിക്കുകയാണ്. ആ ഉറപ്പുണ്ടോ? ആ ഉറപ്പുണ്ടെങ്കിൽ മുട്ടുമടക്കി പ്രാർത്ഥിയില്ലേ? ആ ഉറപ്പുണ്ടെങ്കിൽ ചില ദിവസങ്ങൾ പ്രാർത്ഥിക്കാൻ തീരുമാനിക്കേ. ആ ഉറപ്പുണ്ടെങ്കിൽ നീ മുന്നോട്ട് വന്ന് സമയമെടുത്ത് ചില ദിവസങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കി. നിനക്ക് ആ ഉറപ്പുണ്ടെങ്കിൽ അത് സംഭവിക്കും. ആ വിശ്വാസത്തെ നോക്കിയിട്ട് യേശു പറഞ്ഞു, മോളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കും. നിന്റെ വിശ്വാസം നിന്നെ ആ വിശ്വാസത്തിന് ഭയങ്കര ശക്തിയാ. ആ വിശ്വാസത്തിന് ഭയങ്കര ശക്തിയാ. എന്താ കാര്യം? അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. മുമ്പോട്ട് വരാൻ പറ്റുകയില്ല. യഹൂദ സ്ത്രീകൾക്ക് സമൂഹത്തിൽ ഇറങ്ങി വരാൻ പറ്റുകയില്ല. അവർക്കതിനെ വിലക്ക. ഒന്ന്. രണ്ടാമത് റബിമാരെയും ഗുരുക്കന്മാരെയും തൊടാൻ പറ്റത്തില്ല, അവർക്ക് വിലക്കാണ്. പൊതുനിരത്തിൽ വരാൻ പറ്റത്തില്ല, റബിമാരെ തൊടാൻ പറ്റത്തില്ല, വലിയ ജനസമൂഹത്തിന്റെ അടുക്കൽ വരാൻ പറ്റത്തില്ല, എല്ലാം വിലക്ക്. ആ വിലക്ക് ആ വിശ്വാസം പൊട്ടിച്ചു. സ്വത്രം. ആ വിലക്കുകളെ പൊട്ടിച്ചോണ്ട് അവൾ മുൻപോട്ട് വരാൻ ആ വിശ്വാസത്തിന് ശക്തി ഉണ്ടായിരുന്നു. ഇന്ന് പലർക്ക് വിശ്വാസമുണ്ട്, പക്ഷെ ശക്തിയില്ല. എന്ത്? വിലക്ക് പൊട്ടിച്ചിറങ്ങാൻ, തടസ്സങ്ങളെ പൊട്ടിച്ചിറങ്ങാനുള്ള ശക്തി ഹല്ലേലൂയ പറഞ്ഞത്. പക്ഷെ ഈ സ്ത്രീ എന്ത് ചെയ്തു? സഹോദരി എല്ലാ വിലക്കുകളും പൊട്ടിച്ച്, എല്ലാ തടസ്സങ്ങളെയും പൊട്ടിച്ച്, എല്ലാ എതിർപ്പുകളെയും പൊട്ടിച്ച് മുന്നോട്ട് വരാൻ അവൾക്ക് ആ വിശ്വാസത്തിന് ശക്തി ഉണ്ടായിരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിന് ശക്തിയുണ്ടോ? ഉണ്ടോ? ആരെന്നെ വിലക്കിയാലും ഞാൻ മുമ്പോട്ട് വരും. ആ ശക്തി നിങ്ങൾക്കുണ്ടോ മുമ്പോട്ടിറങ്ങാൻ? സ്വത്രം പറ. മുമ്പോട്ടിറങ്ങാനുള്ള ശക്തിയുണ്ടോ? വിലക്ക് നിലവിലിരിക്കുമ്പോൾ, പലരും തടയുമ്പോൾ, യഹൂദ റബിമാര്, ഗുരുക്കന്മാര്, അവരുടെ പുരുഷന്മാര്, അവിടെ ഒന്നും ഇവർക്ക് വരാൻ പറ്റില്ല. പക്ഷെ പുള്ളിക്കാരത്തി വന്നു. പുരുഷാരത്തിന്റെ ഇടയ്ക്കൂടെ കയറി വന്ന് യേശുവിനെ വന്ന് തൊടാനുള്ള ശക്തിയും ധൈര്യവും ആ വിശ്വാസത്തിലുണ്ടായി.
ആ വിശ്വാസത്തിന് ആ ചെറുക്ക് ധൈര്യമില്ല, ഉറപ്പില്ല, ശക്തിയില്ല. വിശ്വാസം ഉണ്ടെന്ന് പറയും. യേശു പറഞ്ഞു ആ വിശ്വാസം, ഏത് വിശ്വാസം? ധൈര്യം, ശക്തി. തടസ്സങ്ങളെ മുഴുവനും പുറകോട്ട് തള്ളി മുന്നോട്ട് വരാൻ ആ വിശ്വാസത്തിന് ശക്തി ഉണ്ടായിരുന്നു. കേട്ടല്ലോ? സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പറഞ്ഞ വിഷയത്തിലേക്ക് വരാൻ സമയമില്ല. വാക്യം വായിച്ചിട്ട് അടുത്ത ആഴ്ച പറയാം. സാമ്പത്തികമായി നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടണം, ഞാനും അനുഗ്രഹിക്കപ്പെടണം. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന ഒരു ഉയർച്ച നമുക്ക് ഉണ്ടാകത്തില്ല. നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ ജോലി കൊണ്ടോ ഒന്നും നമുക്ക് പലതും നേടിയെടുക്കാൻ പറ്റില്ല. സ്തോത്രം. ചെറിയ സംഭരണിയെ കർത്താവ് എന്ത് ചെയ്യുന്നു? അഞ്ചപ്പത്തെ എവിടം വരെ എത്തിച്ചു? 15,000 പേര് കഴിച്ചിട്ട് 12 കൊട്ടയായിട്ട് ഈ വെറും നിസ്സാരമായ ഒരു ചെറിയ സംഭരണി 5നെ എത്തിക്കാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ 100നെ 400 ആക്കാൻ കഴിയില്ലേ? നിങ്ങളുടെ 200നെ 300 ആക്കാൻ പറ്റത്തില്ലേ? ഇല്ലെങ്കിൽ ആ വാക്യമൊക്കെ വരച്ചു കീറി കളാ. എന്തിനാ ബൈബിളിൽ അത് വെച്ചേക്കുന്നത്? 5 എന്ന് പറയുന്ന സംഖ്യയെ ഹല്ലേലൂയ 15,000 പേര് കഴിച്ചിട്ട് 12 കൊട്ട ബാക്കി വരത്തക്ക നിലയില് അതിനെ ഉയർത്താൻ കഴിഞ്ഞെങ്കിൽ നമ്മുടെ ചെറിയ വരുമാനത്തെ ഉയർത്താൻ കർത്താവിന് കഴിയില്ലേ? ശിഷ്യന്മാരൊരു ചോദ്യം, യോഹന്നാൻ 6-ാം അധ്യായത്തിൽ, ഇതെന്തുള്ളൂ? ഇത് ഗുരു നീ എന്താ പറഞ്ഞത്? ഇതെന്തുള്ളൂ? നിനക്കറിയാമോ, ഇപ്പൊ നമ്മുടെ മുമ്പിൽ 15,000 പേര് ക്യൂലിരിപ്പുണ്ട്. ഈ ചെറുക്കന്റെ കയ്യിലിരിക്കുന്ന 5 അപ്പം എന്തുണ്ടെന്ന് ചോദിച്ചു. ഒരാള് 4 എണ്ണം കഴിച്ചാലും 15 4 60, 60,000 വേണം. ഈ 5 എങ്ങനെ ഗുരു 60 ആകുന്നതെന്ന് ചോദിച്ചു. ഇതെന്തുള്ളൂ ഗുരു? ഇവർക്ക് നമ്മൾ എങ്ങനെ കൊടുക്കും? യേശു പറഞ്ഞ എല്ലാവരും ബന്ധിബന്ധിയായി എന്ന് പറഞ്ഞാൽ വല്ലതും മനസ്സിലാകും നിങ്ങൾക്ക്? അതിന്റെ അർത്ഥം ചെലവ് കൂടുതലും വരുമാനം കുറവും. നമ്മുടെ കയ്യിലിരിക്കുന്നത് 5ഉം ചെലവ് 60,000. 60,000 അപ്പം വേണ്ടടുത്ത് നമ്മൾ ഈ 5 കൊണ്ട് എത്ര? ഇന്ന് പറയട്ടെ, 2025 നിന്റെ വരുമാനം ചെറുതും മുമ്പിലത്തെ ചെലവ് വലുതുമാ. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ ആമേൻ. വീട് വേണം, സ്ഥലം വേണം, വസ്തു വേണം, കടം വിടണം, പലതും കഴിയണം, വീട്ടിൽ പിള്ളേരെ പഠിപ്പിക്കണം, ചെലവ് വേണം, എല്ലാം കഴിയണം. കിട്ടുന്നത് വെച്ച് നോക്കിയാൽ ഇതെന്തുള്ളൂ? എന്റെ മുമ്പിലിരിക്കുന്ന ജനത്തിന്റെ കണക്കെടുത്താൽ ഇതെന്തുള്ളൂ? പക്ഷേ ആ ചെറിയ സംഭരണിയെ പ്രാർത്ഥിച്ചു വലുതാക്കി. ഹല്ലേലൂയ പറഞ്ഞ് അതിനെ മുകളിലോട്ട് ഉയർത്തിപ്പിടിച്ച് യേശു പ്രാർത്ഥിച്ച് അതിനെ വലുതാക്കി കൊടുത്തു. ഈ രാത്രിയിൽ നിന്റെ ചെറിയ വരുമാനത്തെ ദൈവത്തിന്റെ കരം വെച്ച് അവൻ അതിനെ പ്രാർത്ഥിച്ച് വലുതാക്കി മാറ്റാൻ 26-ൽ അവൻ ശക്തനാണ്. ചില ദിവസങ്ങൾ അതിനുവേണ്ടി ദൈവമക്കൾ തീരുമാനമെടുത്ത് മുൻപോട്ട് വന്നാൽ നമുക്ക് മുട്ടുമടക്കി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ 400നെ 1000 ആക്കാൻ ദൈവത്തിന് കഴിയും. നിങ്ങളുടെ 500നെ 2000 ആക്കാൻ ദൈവത്തിന് കഴിയും. നിങ്ങളുടെ 10നെ 100 മാറ്റാൻ കഴിയും. 5നെ 10,000-ങ്ങളാക്കി മാറ്റിയവന് നമ്മുടെ ചെറിയ ചെറിയ നന്മകള് വലുതാക്കി മാറ്റാൻ കർത്താവിന് കഴിയും. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം, മുന്നോട്ട് കയറി നിൽക്കുക. കുറെ കൂടെ ശക്തമായി നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വന്നാൽ 10-12 വർഷമായി എൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായി അടഞ്ഞുപോയ ആ സൗഖ്യത്തിന്റെ വാതിൽ ഇന്ന് തുറക്കുമെന്ന് അവൾ വിശ്വസിച്ചു. സ്തോത്രം പറഞ്ഞ് 12 വർഷമായി എൻ്റെ ശരീരത്തിനകത്ത് സൗഖ്യമില്ലാതെ എല്ലാ വഴികളും അടഞ്ഞിരിക്കുകയാ. ഞാൻ അനേക വൈദ്യന്മാരെ കണ്ടിട്ടുണ്ട്, അനേക ഹോസ്പിറ്റലിൽ കയറിയിട്ടുണ്ട്. ഒരു മരുന്നിനും എൻ്റെ ജീവിതത്തിൽ സൗഖ്യത്തിന്റെ വാതിൽ തുറക്കാൻ കഴിഞ്ഞില്ല. ഈ രാത്രി ഞാൻ ഉറപ്പു തരുന്നു, കുഞ്ഞെ, നീ വിശ്വാസത്തോടെ ആരാധിച്ചാൽ, വിശ്വാസത്തോടെ അവനെ സ്തുതിച്ചാൽ വർഷങ്ങളായി
നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ ജീവിതത്തില്, നിന്റെ ശരീരത്തിനകത്ത്, ആമേൻ ആമേൻ, നിന്റെ ജോലി സ്ഥലത്ത് ഒക്കെ വർഷങ്ങളായി തുറക്കാൻ കഴിയാതെ അടഞ്ഞിരിക്കുന്ന ഏത് വാതിലും ഇന്ന് രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വന്നാൽ നിനക്ക് ലഭിക്കും. അവിടുത്തെ ഒരു പദം കൂടെ എനിക്ക് പറയാനുണ്ട്, അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. യേശുവിനെ അവൾ തൊട്ടു. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, അവങ്കൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അവങ്കൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഈ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ വ്യാപാരവും അതിന്റെ ശക്തിയും നിന്റെ ശരീരത്തിലേക്ക് പുറപ്പെടുമ്പോൾ, അത് നിന്റെ ശരീരത്തിലേക്ക് പുറപ്പെടുമ്പോൾ, ആ ശക്തി നിന്റെ ശരീരത്തിനകത്തോട്ട് കയറുമ്പോൾ, അത് നിന്റെ ജീവിതത്തിലോട്ട് വരുമ്പോൾ, അത് നിന്റെ പ്രാർത്ഥനാ വിഷയത്തിലേക്ക് വരുമ്പോൾ, അത് നിന്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ, വർഷങ്ങളായി അടഞ്ഞിരിക്കുന്ന ആ വാതില് ഈ രാത്രി തുറക്കുകയാണ്. അല്ലേ സഹോദരി? യേശുവേ നന്ദി. എല്ലാരും കൈയടിച്ച് ആരാധിച്ചാട്ടെ, കരങ്ങൾ അടിച്ച്.